അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ലോ കുക്കിങ്ങിലേക്ക് സ്വാഗതം. മലബാറുകാരുടെ അന്നും ഇന്നും സ്പെഷ്യലായിട്ടുള്ള ഉന്നക്കായയുടെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടോക്കിയാലോ. മറ്റു സ്നാക്കുകളെക്കാളും ഇൻട്രസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു നല്ല സ്നാക്സ് ആണിത് ഉന്നക്കായ. എല്ലാം പാകത്തിന് കിട്ടിക്കഴിഞ്ഞാല് നല്ല ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാക്കാനായിട്ട്. ഇപ്പൊ ഞാനിത് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതിനായിട്ട് 1.25 കിലോ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അധികം പഴുത്തതും അല്ല, നല്ല കടും പച്ചയോ അല്ല, നല്ല ഒരു പാകത്തിനുള്ള പഴുപ്പായിട്ടുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് സ്റ്റീം ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് വരെ സ്റ്റീം ചെയ്തെടുക്കാം. പഴം വേവാകുന്ന സമയം കൊണ്ട് ഫില്ലിംഗ് ഉണ്ടാക്കാം. 3 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒരു ഫോർക്ക് വെച്ച് നന്നായി മിക്സാക്കി റെഡിയാക്കി വെക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് കാഷ്യൂം റേസിൻസും മൂപ്പിച്ചെടുക്കാം. ഒന്ന് ഗോൾഡൻ കളറായി വന്നു കഴിഞ്ഞപ്പാട് തന്നെ 2 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഫ്ലെയിം ചെറുതായി വെച്ച് കൊടുത്ത് നന്നായി മിക്സാക്കി എടുക്കാം. മിക്സാക്കിയതിന് ശേഷം മുട്ട മിക്സ് കൂടി ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. 1/2 ടീസ്പൂണോളം ഏലക്ക പൊടി ചേർത്ത് വാങ്ങിവെക്കാം. പഴം വെന്ത് വന്നിട്ടുണ്ട്. ഇനി വലിയൊരു ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് നന്നായി ഉടച്ചെടുക്കണം. നന്നായി ഉടച്ച് നല്ല കുഴച്ച് മാവ് പരുവത്തിലാക്കി എടുക്കാം. ഇതുപോലുള്ള തവി വെച്ചോ അല്ലെങ്കിൽ മരത്തിന്റെ കട്ടിയുള്ള തവി വെച്ചോ നന്നായി ഉടച്ചെടുക്കണം. ശേഷം 1/4 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് ഒന്ന് കുറച്ച് തണിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൈവച്ച് നന്നായി കുഴച്ച് അത് സെറ്റാക്കി എടുക്കാം. ഒരു ബൗളിലേക്ക് കുറച്ച് ഓയിൽ റെഡിയാക്കി വെക്കാം. എന്നിട്ട് 2 കൈയിന്റെ ഉള്ളം കൈയിലേക്ക് നെയ്യ് സ്പ്രെഡാക്കി കൊടുക്കാം. ഇനി കായയുടെ മിക്സ് ഒരു നാരങ്ങ വലിപ്പത്തിൽ എടുത്ത് കൈവെള്ളയിൽ വെച്ച് ഒന്ന് പരട്ടി ഫില്ലിങ് വെച്ച് ഉന്നക്കായ ഷേപ്പിലാക്കി എടുക്കാം. ഇതിപ്പോ ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. കുറേ അധികം ഉണ്ടാക്കിയാലും നമുക്ക് നല്ല ഇൻട്രസ്റ്റോട് കൂടി ഉണ്ടാക്കാനും പറ്റും. കുറേ നാളത്തേക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാനും പറ്റും. നോമ്പിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സ്നാക്സ് തന്നെയാണ് ഉന്നക്കായ. ഏതെങ്കിലും ഒരു ദിവസം ഉന്നക്കായ ഇല്ലാതെ ഒരു നോമ്പ് തുറയും ഉണ്ടായിട്ടുണ്ടാവില്ല. ഈ റെസിപ്പി വെച്ചിട്ട് മസ്റ്റായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം. വീഡിയോ ഫുള്ളായി എല്ലാവരും തന്നെ കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മറ്റൊരു റെസിപ്പിയുമായി, ഈസി റെസിപ്പിയുമായി വീണ്ടും കാണാം.